ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഇന്ന് പുതിയൊരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കൂട് ഉണ്ടാക്കാമെന്നുള്ളത് വിചാരിച്ചിരുന്നു. അപ്പോൾ ഒരു ഫ്രെയിം പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ആക്രി കടയിൽ പോകുമ്പോൾ അങ്ങനെ കണ്ടതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു കുഴപ്പമില്ലാത്തൊരു ചെറിയ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചതോ ആ ഫ്രെയിം അങ്ങനെ കണ്ടിട്ട് നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായി മേടിച്ച് വെച്ചിട്ട് ഒരു പണിക്കാരെ തപ്പിയിട്ട് കുറേ കാലം ഇങ്ങനെ നടന്നു. അപ്പോൾ പണിക്കാരും കിട്ടിയില്ല കേട്ടോ അവസാനം. എന്നിട്ട് അപ്പോൾ നമ്മൾ എന്ത് പരിപാടി കാണിച്ചു, വാടകയ്ക്ക് ഈ സാധനം മേടിച്ചു, വെൽഡിങ്ങിൻ്റെ മെഷീന് റാഡൊക്കെ നമുക്ക് സെപ്പറേറ്റ് വാങ്ങാൻ പറ്റും. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തന്നെ സ്വയം എന്ത് ചെയ്യുക, ഒരു കൂട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കൂട് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യണം. ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് അനുസരിച്ച് എനിക്ക് പറ്റിയ ഒരു കൂടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അത് നിങ്ങളോടുമായി ഷെയർ ചെയ്യാം അടുത്തൊരു വീഡിയോയിൽ. അപ്പോൾ ഞാൻ കൂടുണ്ടാക്കണ വീഡിയോ ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ജസ്റ്റ് ഒന്ന് ഇട്ടത്. ഒറ്റക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറേ പരിമിതികളുണ്ട്. വേറൊരാളെ ഹെൽപ്പിനോ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ സ്വന്തം ഐഡിയയിൽ തന്നെ നമ്മൾ ആ ഒരു ക്രിയേറ്റിവിറ്റി കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പല എന്താ പറയുക പോരായ്മകൾ ഉണ്ടാവും. അപ്പോൾ വെൽഡിങ്ങിൽ ആദ്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വെൽഡിങ് ചെയ്യുമ്പോൾ മെയിനായിട്ട് നിങ്ങൾ വെൽഡ് ചെയ്യണവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കൂളിംഗ് ഗ്ലാസ് പോലത്തെ സ്പെക്സ് വേണം. അത് കണ്ണിൻ്റെ ഉള്ളിലേക്ക് പുകയൊന്നും അടിക്കാൻ പാടില്ല. അതേപോലെ തന്നെ നല്ലൊരു തുണി കൊണ്ട് മൂക്കൊക്കെ പൊത്തിയിട്ട് വേണം ചെയ്യാൻ. അതേപോലെ കാലിന് ഞാൻ ഷൂ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവർ ചെയ്യാൻ. പെട്ടെന്നൊന്നും അങ്ങനെ കയറി ഹെഡ് ചെയ്തിട്ട് ചെയ്യരുത്. ഞാനൊക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ പണിക്കൊന്നും പോകാത്തതാണ്. അപ്പോൾ എന്ത് പണിയാണെങ്കിലും നമ്മൾ എടുക്കാൻ റെഡിയാണ്. അത് ഇന്ന കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളെ മാക്സിമം എന്ത് ചെയ്യുക, നമ്മൾ സേഫ്റ്റി നോക്കുക. അപ്പോൾ ഇതേപോലെ ഒരു പണിക്കാരൊരു കൂടുണ്ടാക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കിട്ടിക്കൊള്ളുന്നില്ല. നിങ്ങൾ അവിടെയൊക്കെ കിട്ടുമോ എന്തോന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു കഷ്ടപ്പാട് പറഞ്ഞ ഒരാളെ പണിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു പാടാ അറിയോ. അങ്ങനെയാണ് നമ്മളിത് സ്വയം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് നമ്മൾ സ്വയം രംഗത്തിറങ്ങിയത്. അപ്പോൾ അത് കൂടെ ഭ്രാന്താണ്. പിന്നെ അതുമല്ല വീട്ടുകാർക്ക് താല്പര്യമില്ല ഇങ്ങനെ കൂടുണ്ടാക്കാനൊന്നും. അപ്പോൾ അവരെയും നമ്മൾ എന്ത് ചെയ്യുക, കട്ടിട്ട് വേണം, അവരെ കണ്ണ് വെട്ടിച്ച് വേണം ഇതുണ്ടാക്കാൻ. അപ്പോൾ ഇത് ഒരു ദിവസം വീട്ടിലെ ആളില്ലാത്ത സമയത്ത് തക്കം നോക്കിയിട്ടാണ് ഇതൊക്കെ എല്ലാ പരിപാടികളും ഒപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, ആർക്കും എതിർപ്പുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിതേപോലെ 4 അറയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂട് കാര്യങ്ങളൊക്കെ ഫ്രെയിമൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നമ്മളെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളോട് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതൊന്നും വിട്ടുപോലെ. ഓക്കെ, അപ്പോൾ ഇനി കൂടിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ്, എങ്ങനത്തെ കൂടാണ്, ഏത് തരത്തിലാണ്, എന്താണെന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലുമായി വരാം. ഓക്കെ, അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതാണ് 4 അറയുള്ള കൂടാണ്. 4 അറയിൽ 4 ഡോറുള്ളൂ. ഓക്കെ.